ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ അറസ്റ്റോടെ കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് CPM. പ്രശാന്തിന് പിന്നാലെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അറസ്റ്റ് ഭയക്കുന്നുണ്ട്. അതിനാൽ തന്നെ വിഷയത്തിൽ മൗനം പാലിക്കാനാണ് CPM നേതൃത്വത്തിന്റെ തീരുമാനം. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശാലിനി, ഇന്നലെ ഈ PS പ്രശാന്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന വേളയിൽ CPM നേതാക്കൾ ആരും തന്നെ കാര്യമായി ഈ വിഷയത്തിൽ പ്രതിരോധത്തിനായി ഇറങ്ങിയിരുന്നില്ല. സാധാരണ മുൻപ് പത്മകുമാറും വാസുവും ഒക്കെ അറസ്റ്റിലായ വേളയിൽ ഓരോ ക്യാപ്സൂളുകൾ ഓരോ മണിക്കൂറിലും ഇറക്കിയ പല CPM നേതാക്കളും ഇന്നലെ മൈക്കിന് മുന്നിൽ മിണ്ടുന്നില്ലായിരുന്നു, മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ലായിരുന്നു. അപ്പോൾ പാർട്ടിയും അതിൻ്റെ സംഘടനാ സിസ്റ്റവും ഒക്കെ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണോ? അടുത്തത് കടകംപള്ളിയാണ് എന്ന പാർട്ടി തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. ഗൗതം, ഏകദേശം അത്തരത്തിലുള്ള നിഗമനത്തിലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇന്നലെ PS പ്രശാന്തിനെയും അജികുമാറിനെയും, അതായത് ഇടത് സർക്കാരിന്റെ കാലത്ത് ഇടത് സർക്കാരിന്റെ പിൻബലത്തോടു കൂടി നിയമിച്ച 2 പേർ, അവർ 2 പേരും ജയിലിലേക്ക് പോകുമ്പോൾ കാര്യമായ പ്രതികരണങ്ങളൊന്നും തന്നെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമൊക്കെ തലസ്ഥാനത്ത് ചേരുകയായിരുന്നു. CPMന്റെ മുതിർന്ന നേതാക്കന്മാരൊക്കെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. പക്ഷേ മുൻ ദേവസ്വം മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ള ആരും തന്നെ കാര്യമായി ഇക്കാര്യത്തിൽ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ SIT അടിയന്തര റിപ്പോർട്ടൊക്കെ നൽകുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ കാര്യക്ഷമമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. PS പ്രശാന്തിന് പിന്നാലെ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് 2019-ലും 2025-ലും ഒക്കെ ആ ക്രമക്കേടിന്റെയും ഗൂഢാലോചനയുടെയും ഒക്കെ ഭാഗമായിട്ടുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കും അന്വേഷണം നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഭയന്നുകൊണ്ട് തന്നെയാണ് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിട്ടെത്തി കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുകയൊക്കെ കടകംപള്ളി ചെയ്യുകയും ചെയ്തത്. എന്തായാലും ആ ഒരു ഭയം, ആ ഒരു ആശങ്ക CPMന്റെ മുതിർന്ന നേതാക്കന്മാർക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലൊരു വിലയിരുത്തലേക്ക് പാർട്ടി കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മൗനം തുടർന്നാൽ മതി എന്നുള്ളതാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാട്. കാരണം ഇനിയും കൂടുതൽ വാചാലിലായി കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കുമെന്നുള്ളൊരു നിഗമനം പാർട്ടിക്കുള്ളിൽ ഔദ്യോഗികമായി ഉണ്ടായിട്ടുമുണ്ട്. അതിന്റെ സാഹചര്യത്തിലാണ് ഇന്നലെ മൗനം തുടരുകയും ചെയ്തത്. എന്തായാലും കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അടുത്ത അറസ്റ്റ് കടകംപള്ളി സുരേന്ദ്രനാകാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളുമാണ് നിലവിൽ കാണുകയും ചെയ്യുന്നത്. റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനും ഒപ്പം തന്നെ അറസ്റ്റിലായ അജികുമാറിനുമെതിരെ ഉണ്ടായിട്ടുള്ളത്. ഈ ഘട്ടത്തിലാണ് CPM കൂടുതൽ പ്രതിരോധത്തിലാകുന്നത്. ഈ കാലയളവിൽ, അതായത് ശബരിമലയിൽ സ്വർണ്ണ കവർച്ച നടന്ന കാലയളവിൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഭരണസമിതി അംഗങ്ങൾക്കും മന്ത്രിമാർക്കും അടക്കം ഇതിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന ചില നിർണായക രേഖകൾ SITക്ക് മുൻപാകെ എത്തിയതോടുകൂടിയാണ് CPM പ്രതിരോധത്തിലായത്. മുൻ മന്ത്രി കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ മൗനം തുടരുന്ന. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള ശബരിമല വിഷയത്തിലെ പ്രതികരണങ്ങൾ തൽക്കാലം മടക്കി വെച്ചിരിക്കുകയാണ് CPM. എന്തായാലും വിഷയത്തിൽ പ്രതികരിക്കാതെ മൗനം തുടരുന്നത് ആശങ്ക ഭയന്ന പ്രതിരോധം ആണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭയം ഉള്ളിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ സാധിക്കുന്നത്. എന്തായാലും കസ്റ്റഡി അപേക്ഷയൊക്കെ ഇന്ന് തന്നെ നൽകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. PS പ്രശാന്തിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലുകളും തെളിവെടുപ്പും നടപടികളും ഒക്കെയായി നീങ്ങാനുള്ള നടപടികളാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ ശാലിനി, വ്യക്തമാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അടുത്ത അറസ്റ്റ് കടകംപള്ളി സുരേന്ദ്രന്റേതാകുമോ എന്ന ഭയം CPMനെ അലട്ടുന്നുണ്ട്. എന്തായാലും സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഒരക്ഷരം മിണ്ടാൻ CPMന്റെ നേതാക്കൾ ആരും ഇപ്പോൾ തയ്യാറാകുന്നില്ല. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.